നമസ്കാരം. ധ്രുവറാട്ടി വിമർശകർ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് വിളിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ, സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ രാജ്യവിരുദ്ധത, മോദി വിരുദ്ധത എന്ന ഭാവത്തിൽ, അല്ലെങ്കിൽ ആ മോദി വിരുദ്ധത പൊതിഞ്ഞ് രാജ്യവിരുദ്ധത, ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന യൂട്യൂബർമാരിലൊരാളാണ്. ഈ വ്യക്തിക്കെതിരെ നിരന്തരം രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ പലതവണ ഈ വ്യക്തിക്കെതിരെ ചെറിയ ചെറിയ നടപടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ സംബന്ധമായി എടുത്തിട്ടുണ്ട്. അതിലൊക്കെ പലപ്പോഴായിട്ട് ഇളവുകൾ നൽകപ്പെട്ടിട്ടുമുണ്ട്. കാരണം ഒരു പ്രത്യേക കാലത്തേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വീഡിയോ സംബന്ധമായിട്ടുള്ള നടപടികൾക്കപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വ്യക്തിക്കെതിരെ കാര്യമായിട്ടുള്ള നിയമ നടപടികളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ഇത്തരത്തിലുള്ള നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുമ്പോൾ കൂടുതൽ ധൈര്യത്തോടു കൂടി രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും വീഡിയോകളും ആ വ്യക്തി നിരന്തരമായി തൻ്റെ സാമൂഹ്യ മാധ്യമത്തിലെ പൊതുമണ്ഡലത്തിലൂടെ, സാമൂഹ്യ മാധ്യമ മണ്ഡലത്തിലൂടെ, അത് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എക്സ് ആണെങ്കിലും, മുമ്പ് ട്വിറ്റർ ആയിരുന്ന എക്സ് ആണെങ്കിലും, ഇവയിലെല്ലാം കൂടി സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നു തുടർച്ചയായി. അതിനോടൊപ്പം തന്നെ രാജ്യവിരുദ്ധതയ്ക്കൊപ്പം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഹൈന്ദവർക്ക് അനുകൂലമായൊരു സർക്കാരാണെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉള്ളതുകൊണ്ട്, ഹൈന്ദവർക്ക് മാത്രം വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണെന്നുള്ളൊരു ധാരണ പരത്തുവാനും ആ ധാരണയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാനും, അങ്ങനെ വരുത്തി തീർത്താൽ മാത്രമേ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ധ്രുവരാട്ടിക്കുള്ള കോടിക്കണക്കിന് ആരാധകർ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെയും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെയും നിരവധി തവണ അപമാനകരമായിട്ടുള്ള വീഡിയോകൾ ധ്രുവരാട്ടി തുടരെ ചെയ്തിട്ടുണ്ട്. പലരും അതിനെ അവഗണിച്ച് വിടുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മറുപടി കൊടുക്കുകയോ, കൃത്യമായിട്ടുള്ള മറുപടി, മാന്യമായ ഭാഷയിൽ മറുപടി കൊടുക്കുന്നവരുണ്ട്. അസഭ്യം വിളിച്ച് പറഞ്ഞ് ഉള്ളിലെ വിഷമം തീർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അസഭ്യം വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണത്തോടെ എനിക്ക് വലിയ ഒരു അനുകൂല മനോഭാവമല്ല ഉള്ളത്. പക്ഷേ മറുപടി കൊടുക്കുന്നവരും കൊടുക്കട്ടെ. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ധ്രുവരാട്ടിയെ പോലുള്ള ജർമ്മൻ ഷെപ്പേർഡുകളെ അവഗണിച്ച് വിടുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അവഗണിക്കുവാൻ പലരും തയ്യാറല്ല. കാരണം അത്തരത്തിലുള്ളൊരു അവഗണനയാണ് ഇയാൾക്ക് കൂടുതൽ ധൈര്യം നൽകുന്നത് എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ഇപ്പോൾ ഇയാൾക്കെതിരെ നിയമ നടപടിയുമായി നീങ്ങിയിരിക്കുകയാണ്. ഈ നിയമ നടപടി എന്ന് പറയുന്നത് കേസ് ഫയൽ ചെയ്തിരിക്കുന്ന, ഇയാൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്ന ആളൊരു അഭിഭാഷകനാണ്, അമിതാഭ് സച്ദേവ. അദ്ദേഹത്തിൻ്റെ പ്രധാന പരാതി ഭഗവാൻ ശ്രീരാമനെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും നിരവധി തവണ ഇയാൾ അപമാനിച്ചിട്ടുണ്ട്, അതിനെതിരെ കേസ് എടുക്കണമെന്നുള്ളതാണ്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു നിയമ സമിതി വഴിയാണ്, ലീഗൽ കൗൺസിൽ വഴിയാണ്. മകരന്ദിയാത്കർ എന്ന ഒരു അഭിഭാഷകനും മറ്റ് പലരും ഉൾക്കൊള്ളുന്ന ഒരു നിയമസമിതി വഴിയാണ് ഈ പരാതി നൽകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ന്യൂഡൽഹിയിലാണ് ഈ പരാതി നൽകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പരാതി നൽകിയതിനെ തുടർന്ന് ഒരു തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടായില്ല. അതിനെ തുടർന്ന് ഈ വ്യക്തി അമിതാഭ് സച്ദേവ കോടതിയെ സമീപിക്കുകയും സാക്കേത് കോടതി ഈ കഴിഞ്ഞ ദിവസം ഒരു വിധി പുറപ്പെടുവിപ്പിച്ചു, അല്ലെങ്കിൽ ഡൽഹി പോലീസിന് ഒരു നിർദ്ദേശം നൽകി. ഇത്തരത്തിലുള്ളൊരു പരാതി ഉണ്ടായിട്ടുണ്ട്, ഇത് ഗൗരവതരമായി തന്നെ കാണണം, ഇത് സംബന്ധിച്ച്, ഈ പരാതി സംബന്ധിച്ച് എന്ത് നടപടികൾ കൈക്കൊണ്ടു എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയുടെ മുൻപിൽ സമർപ്പിക്കണം. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുണ്ട്, ATR എന്ന് പറയും അതിന്. നമ്മുടെ സാക്കേതിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHOയ്ക്കാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്. ATR ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കോടതിയുടെ മുൻപിൽ സമർപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇനിയിപ്പോൾ ഡൽഹി പോലീസ് എന്ത് നടപടി കൈക്കൊള്ളുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയും, ഇത്തരത്തിലുള്ളൊരു മതനിന്ദ കേസൊന്നും ധ്രുവരാട്ടിക്കെതിരെ നിലനിൽക്കില്ല. കാരണം ജർമ്മനിയിൽ നിന്ന് ആൾ ഇവിടെ എത്തിയാലല്ലേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഭാരതത്തിലേക്ക് വരണ്ട എന്ന് ആ വ്യക്തി അങ്ങ് തീരുമാനിക്കും. കാരണം ഒരു ജർമ്മൻ യുവതിയെ വിവാഹം ചെയ്ത് ജർമ്മൻ പൗരത്വം തന്നെ നേടിയിട്ടാണ് അയാൾ ജർമ്മനിയിൽ കഴിയുന്നത് എന്ന ഒരു വാദം നിലവിലുണ്ട്. എനിക്ക് കൃത്യമായ അയാളുടെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല എൻ്റെ കയ്യിൽ. കൂടുതൽ അന്വേഷിക്കാം. കാരണം ഞാൻ ഈ വ്യക്തിക്ക് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല ഒരു കാലത്തും. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയം പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ മുൻപിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു മതനിന്ദാ കേസിൽ കൊടുക്കേണ്ട ആളല്ല ധ്രുവറാട്ടി. എന്ന് വെച്ചാൽ ധ്രുവറാട്ടിയെ വെറുതെ വിടണമോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം കൃത്യമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വ്യക്തിയുടെ ഒരു പശ്ചാത്തലവും പൗരത്വവും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി, ഒരു പക്ഷേ ഇയാൾ വിദേശ പൗരനാണെങ്കിൽ ഇയാൾക്ക് ഭാരതത്തിൽ വന്ന് ഭാരതത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയുവാനോ ഭാരത രാഷ്ട്രീയത്തിൽ ഇടപെടുവാനോ
നിയമപരമായി തന്നെ വിലക്കുകൾ നിലനിൽക്കുന്നുണ്ട്. ആ വിലക്കുകൾ ഉപയോഗിച്ച് കൃത്യമായി നിരോധിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ധ്രുവ് റാട്ടി. അങ്ങനെ ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടയിടുകയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരിതും കൂടി കേട്ടുള്ളൂ. ഈ ധ്രുവ് റാട്ടി എന്ന വ്യക്തിത്വം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് ആം ആദ്മി പാർട്ടിയോടൊപ്പമാണ്. ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകിയിരുന്ന ഖാലിസ്ഥാനികളും പാകിസ്ഥാനികളും ഉൾപ്പെടുന്ന വലിയൊരു ശൃംഖല, അതും ഭീകരവാദികളല്ല, ഈ ഭീകരവാദികളുടെ ഫണ്ട് റൈസേഴ്സായിട്ട്, ഈ ധനസമ്പാദന മാർഗമായിട്ട് ദുബായിലും ലണ്ടനിലും ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികൾ ഒരുമിച്ച് ചേർന്നാണ് ഇത്തരം പ്രവൃത്തികൾക്കും ആം ആദ്മി പാർട്ടിയെ പോലുള്ളൊരു പാർട്ടിയുടെ പരസ്യ പ്രചാരണത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് കുതിച്ചു വരുന്ന ഒരു മീറ്റിയോറിക് റൈസ് എന്ന് പറയുന്ന ഒരു ഉയർച്ചയുണ്ടാകുന്ന തരത്തിലൊരു വ്യക്തിത്വത്തെ നിർമ്മിച്ച് ഭാരതത്തിൻ്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇറക്കി വിട്ടത്. അത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ധ്രുവ് റാട്ടി. ഈ വ്യക്തിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളെല്ലാം ഒരു കാലഘട്ടം വരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ആത്മാർത്ഥമായി അയാളുടെ ആരാധകർ തന്നെയാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്, ഈ കമൻറ്റുകൾ ഇടുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ എക്സും ഫേസ്ബുക്കുമെല്ലാം ഈ ഓരോ പ്രൊഫൈലുകളും ഏത് രാജ്യത്ത് ആണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നാണ് ഈ പ്രൊഫൈലുകളുടെ ഉദ്ഭവം ഉണ്ടായിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടി, പരസ്യമാക്കിയതോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമായി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലാണ് ഇയാളെ പിന്തുണയ്ക്കുന്ന കമൻറ്റുകളും ലൈക്കുകളും ഷെയറുകളും എല്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഒരു ബോട്ട് ബേസ്ഡ് ആയിട്ട് പല മൊബൈലുകൾ ഒരേ സമയം ഓൺ ചെയ്ത് വെച്ച് അതിൽ പ്രവർത്തിപ്പിച്ച് വിവിധ IP-കളിലായി, VPN പോലും ഉപയോഗിച്ചിട്ടല്ല, വിവിധ ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെ വലിയ ഒരു ധനവ്യയമുള്ളൊരു പ്രക്രിയയിലൂടെയാണ് ഇയാളുടെ പ്രശസ്തി നിലനിർത്തി പോകുന്നത്, അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെ ആ പ്രശസ്തി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷം അത്രയും ഒരു പ്രശസ്തി ഉണ്ടായതിനു ശേഷം സ്വാഭാവികമായി തൽപര കക്ഷികളുണ്ടായി. കാരണം ഒരു കൗതുകം പ്രേക്ഷകരിലുണ്ടായി, അല്ലെങ്കിൽ ഇയാളെ ഇപ്പോൾ പിന്തുടരുന്നവരിലുണ്ടായി. എന്തുകൊണ്ടാണ് ഇയാളുടെ വീഡിയോയ്ക്ക് ഇത്രയും അധികം കാഴ്ചക്കാരുണ്ടാകുന്നത് എന്നറിയാനുള്ള കൗതുകത്തിൻ്റെ പുറത്ത് ഇയാളെ പിന്തുടരുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യകാലങ്ങളിൽ ഇയാളെ വ്യക്തമായി അവഗണിക്കണമെന്നുള്ളൊരു തീരുമാനം വ്യക്തിപരമായി എടുത്തത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രിയെ രാജ്യത്തിന് പുറത്ത് അദ്ദേഹം ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വേദികളിലെല്ലാം അപമാനിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ ഒരു വ്യക്തിയുടെ വീഡിയോകൾ മാത്രമല്ല, ഈ ഒരു വ്യക്തിയുടെ രാജ്യത്തെ സാന്നിധ്യം തന്നെ ഇല്ലാതാക്കുവാനുള്ളൊരു നിയമപരമായിട്ടുള്ള മാർഗമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും അത് സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അല്ലാതെ മതനിന്ദാ കേസുകളിലൊന്നും ഒതുക്കാനോ കൊടുക്കാനോ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതാക്കുവാൻ പറ്റിയൊരു ദുഷ്ടശക്തി അല്ല ഈ ധ്രുവ് റാട്ടി. അതിനും അപ്പുറത്തേക്ക് സ്വാധീനവും ശക്തിയും കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ പിന്തുണയുമുള്ള ഒരു കളിപ്പാവ മാത്രമാണ്. ആ കളിപ്പാവയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ കളിപ്പാവയുടെ വമനത്തെ, വിഷം തുപ്പലുണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കുകയോ ചെയ്യുക അത്ര എളുപ്പമല്ല. നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അനുസൃതമായ നിയമങ്ങളും ഉപയോഗിച്ച് മാത്രമേ ഇയാൾക്കൊരു തടയിടുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു തടയിടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ശക്തികൾ ഇനി വഷളായി വന്നാൽ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രവർത്തികൾ ഈ വ്യക്തികൾ ചെയ്തിരിക്കും. കാരണം ഈ പാറ്റകളുടെ ഒരു പാളിപ്പോയ സമരവും കലാപ ശ്രമവും ഉണ്ടായിരുന്നല്ലോ, അതിനെല്ലാം എണ്ണയൊഴിക്കുവാൻ, ആ എരുതിയിലേക്ക് ആളിക്കത്തുമ്പോൾ എണ്ണയൊഴിക്കുവാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ധ്രുവ് റാട്ടിയെ പോലുള്ളവർ. നിരവധി ആളുകൾ ഇതുപോലെയുണ്ട്, ചെറിയ ചെറിയ ധ്രുവ് റാട്ടികളായി. പക്ഷേ അതിൻ്റെ എല്ലാം മുകളിൽ ഏറ്റവും പ്രശസ്തനായ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാധ്യമ സാന്നിധ്യമുള്ള എന്നുള്ള നിലയിൽ ധ്രുവ് റാട്ടിയാണ് ഈ ദുഷ്ടശക്തികളുടെ, രാജ്യവിരുദ്ധ ശക്തികളുടെ കുന്തമുനയോ കളിപ്പാവയോ എങ്ങനെ വേണമെങ്കിലും കാണാം, ആ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് തടയിടേണ്ട സമയമായിരിക്കുന്നു. അത് പക്ഷേ മതനിന്ദാ നിയമത്തിലൂടെ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രേക്ഷകരുടെ അഭിപ്രായം ഈ വിഷയത്തെ സംബന്ധിച്ച്, ധ്രുവ് റാട്ടിയെ സംബന്ധിച്ച്, അയാൾ നടത്തുന്ന ഭാരതത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിലെ ഇടപെടലുകളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും
കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.